വയനാടൻ ചുരത്തിലെ കോടമഞ്ഞു പുതച്ച ആ പാതയിലൂടെ വിനോദ് തൻ്റെ കാർ ഓടിക്കുമ്പോൾ സമയം പുലർച്ചെ 2 മണിയോടടുത്തിരുന്നു. ചുറ്റും കനത്ത ഇരുട്ട്. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം പോലും മഞ്ഞിനെ ഭേദിക്കാൻ പാടുപെടുന്നു. പെട്ടെന്നാണ് റോഡരികിൽ ഒരു മങ്ങിയ വെളിച്ചം അവൻ്റെ കണ്ണിൽപ്പെട്ടത്. അവിടെ ഒരു പഴയ തട്ടുകട. മരത്തടികൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഓലമേഞ്ഞ ആ ചെറിയ കടയ്ക്ക് മുന്നിൽ ഒരു റാന്തൽ വിളക്ക് മെല്ലെ ആടുന്നുണ്ട്. ഈ അസമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു കടയോ? അത്ഭുതത്തോടെ അവൻ വണ്ടി നിർത്തി. കടയ്ക്കുള്ളിൽ വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച നരച്ച മുടിയുള്ള ഒരു വൃദ്ധൻ ചായ അടിക്കുന്നുണ്ടായിരുന്നു. കാറ്റിൻ്റെ ദിശയിൽ ആ ചായയുടെ മണം വിനോദിനെ അങ്ങോട്ട് ആകർഷിച്ചു. ഒരു ചായ കിട്ടുമോ? വിനോദ് ചോദിച്ചു. വൃദ്ധൻ തലയുയർത്തി അവനെ നോക്കി. ആ കണ്ണുകളിൽ അസാധാരണമായ ഒരു തിളക്കമുണ്ടായിരുന്നു. ഇവിടെ ചായയ്ക്ക് പണമല്ല വില, വൃദ്ധൻ ശാന്തമായി പറഞ്ഞു. ഇതുവരെ ആരോടും പറയാത്ത ഒരു രഹസ്യം. അത് മാത്രം മതി എനിക്ക്. വിനോദ് ഒന്ന് ചിരിച്ചു. ഒരു ചായയ്ക്ക് ഒരു രഹസ്യമോ? ശരി, എങ്കിൽ കേട്ടോളൂ. അവൻ ആ തടിബെഞ്ചിൽ ഇരുന്നു. ആദ്യം ഒരു തമാശയായി തുടങ്ങിയ വിനോദ് മെല്ലെ ഗൗരവത്തിലായി. തൻ്റെ ഉള്ളിൽ വർഷങ്ങളായി മൂടിവെച്ചിരുന്ന ഒരു ഭയം അവൻ അവിടെ തുറന്നു പറഞ്ഞു. തൻ്റെ വിജയത്തിനു പിന്നിൽ താൻ ചതിച്ച ആ പഴയ സുഹൃത്തിൻ്റെ മുഖം ആദ്യമായി അവൻ മറ്റൊരാളോട് വെളിപ്പെടുത്തി. ഓരോ വാക്കും പുറത്തു വരുമ്പോൾ അവൻ്റെ നെഞ്ചിലെ ഭാരം കുറയുന്നത് പോലെ അവന് തോന്നി. വൃദ്ധൻ ഒരു ഗ്ലാസ് ചൂട് ചായ അവന് നേരെ നീട്ടി. ആ ചായ കുടിച്ചപ്പോൾ വിനോദിൻ്റെ ശരീരം ആകെ തണുക്കുന്നത് പോലെ തോന്നി. കണ്ണുകൾ മെല്ലെ അടഞ്ഞുപോയി. പെട്ടെന്ന് കാറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടാണ് വിനോദ് ഞെട്ടി ഉണർന്നത്. നേരം വെളുത്തിരിക്കുന്നു. അവൻ കാറിനുള്ളിൽ തന്നെയാണ്. പുറത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ നിൽക്കുന്നു. സർ, ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല. ഇവിടെ മഞ്ഞ് കാരണം വലിയ അപകട സാധ്യതയുള്ള സ്ഥലമാണ്. വിനോദ് പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. അവിടെ ഒരു തട്ടുകടയുമില്ല, ചായയുടെ മണവുമില്ല, ആ വൃദ്ധനുമില്ല. വെറും കാട്ടുപൊന്തകൾ മാത്രം. എന്നാൽ തൻ്റെ ഷർട്ടിൽ ആരോ ചായ ഗ്ലാസ് വെച്ചതുപോലെയുള്ള ഒരു ചെറിയ നനഞ്ഞ പാട് അവൻ ശ്രദ്ധിച്ചു. അവൻ കണ്ണാടിയിലൂടെ സ്വന്തം മുഖത്തേക്ക് നോക്കി. കണ്ണുകളിൽ മുമ്പെങ്ങുമില്ലാത്ത ഒരു സമാധാനം. തൻ്റെ ഏറ്റവും വലിയ ഭാരം ആ മഞ്ഞിൽ എവിടെയോ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ. പോലീസുകാരനോട് യാത്ര പറഞ്ഞ് വിനോദ് വണ്ടി മുന്നോട്ടെടുത്തു. മനസ്സ് ശാന്തമാണെങ്കിലും യുക്തി ആ പഴയ തട്ടുകടയെ തിരയുകയായിരുന്നു. കാർ കുറച്ചു ദൂരം ഓടിയപ്പോൾ റോഡരികിൽ ഒരു പഴയ സ്മാരകം അവൻ്റെ കണ്ണിൽപ്പെട്ടു. വർഷങ്ങൾക്ക് മുൻപ് ആ ചുരത്തിലുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണ്. വിനോദ് വണ്ടി നിർത്തി ആ സ്മാരകത്തിന് അടുത്തേക്ക് നടന്നു. അവിടെ കൊത്തിവെച്ചിരുന്ന പേരുകളിൽ ഒന്ന് കണ്ടപ്പോൾ അവൻ്റെ ശ്വാസം നിലച്ചു. രാഘവൻ നായർ. താഴെ അദ്ദേഹത്തിൻ്റെ ഒരു മങ്ങിയ ചിത്രവും. തലേ ദിവസം രാത്രി തനിക്ക് ചായ നൽകിയ അതേ വൃദ്ധൻ. അവൻ അറിയാതെ ആ പേര് ഉറക്കെ വായിച്ചുപോയി. വർഷങ്ങൾക്ക് മുൻപ് ഇതേ വളവിൽ വെച്ച് ആരുടെയോ വണ്ടി ഇടിച്ച് മരിച്ച ചായക്കടക്കാരനാണ് അദ്ദേഹം. ആരും ഇന്നും ആ പ്രതിയെ പിടിച്ചിട്ടില്ല. ഇന്നും പലരും അദ്ദേഹത്തെ ഇവിടെ കണ്ടതായി പറയുന്നു. അവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരുന്ന ഒരു നാട്ടുകാരൻ വിനോദിനോടായി പറഞ്ഞു. വിനോദ് വിറയ്ക്കുന്ന കൈകളോടെ തൻ്റെ ഷർട്ടിലെ ആ ചായക്കറയിലേക്ക് നോക്കി. അത് വെറും കറയായിരുന്നില്ല. വിരലുകൾ കൊണ്ട് തൊട്ടപ്പോൾ അതിന് ഇപ്പോഴും ചായയുടെ നേരിയ ചൂടും സുഗന്ധവും ഉണ്ടായിരുന്നു. തൻ്റെ രഹസ്യം കേട്ടത് ഒരു മനുഷ്യനല്ല, മറിച്ച് ആ മണ്ണിൽ അലയുന്ന ഒരു ആത്മാവാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ തൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. തലേ ദിവസം ചായയ്ക്ക് പകരമായി നൽകാൻ കരുതിയിരുന്ന 100 രൂപ നോട്ട് അവിടെയുണ്ട്. പക്ഷേ ആ നോട്ടിന് മുകളിൽ കരിമഷി കൊണ്ട് ആരോ ഒരു വിലാസം എഴുതിയിരിക്കുന്നു. അത് അവൻ വർഷങ്ങൾക്ക് മുൻപ് ചതിച്ച തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടുപേരായിരുന്നു. ആ നിമിഷം വിനോദ് ഒരു തീരുമാനമെടുത്തു. ഈ സമാധാനം പൂർണ്ണമാകണമെങ്കിൽ താൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കണം. മാസങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ അവൻ തൻ്റെ പഴയ സുഹൃത്തിനെ കണ്ടെത്തി. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കഴിയുന്ന ആ സുഹൃത്തിൻ്റെ മുന്നിൽ വിനോദ് പൊട്ടിക്കരഞ്ഞു. തൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു പങ്ക് അവന് നൽകി പ്രായശ്ചിത്തം ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിനോദ് ആ വയനാട് ചുരം കയറി. ഇത്തവണയും പുലർച്ചെയായിരുന്നു യാത്ര. അതേ മഞ്ഞ്, അതേ തണുപ്പ്. അവൻ കാർ നിർത്തി ആ പഴയ ചായക്കട നിന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കി. അവിടെ കടയില്ലായിരുന്നു. പക്ഷേ മഞ്ഞിനിടയിലൂടെ ആ പഴയ റാന്തൽ വിളക്കിൻ്റെ വെളിച്ചം വരുന്നത് പോലെ അവന് തോന്നി. കാറ്റിലൊരു ഏലക്ക ചായയുടെ മണം ഒഴുകി വന്നു. വിനോദ് പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി പതുക്കെ പറഞ്ഞു, നന്ദി, എൻ്റെ മനസ്സിൻ്റെ ഭാരം മായ്ച്ചതിന്.